നമുക്ക് ചാർലി വേൾഡി സാറിന്റെ മിറ്റിഗേഷൻ ഓഫ് ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്ട് സ്നേക്സ് ആൻഡ് ദർ ഇമ്പോർട്ടൻസ് ഇൻ ദിസ് എക്കോസിസ്റ്റം. അപ്പൊ ഈ ഒരു വിഷയത്തെ പറ്റിയായിരുന്നു സാറ് നല്ലതായിട്ട് നമുക്ക് എല്ലാവർക്കും വേണ്ട ഒരു, അതായത് നമ്മളത്ര എന്നായിരുന്നു കാര്യമായിട്ട് എടുക്കത്തില്ല. സ്നേക്സിന്റെ നമ്മൾ അവർ പാമ്പല്ലേ സാറ് പറഞ്ഞ പോലെ നമ്മൾ അതിനെ അത് വലിയ കാര്യമാക്കാതെ നമ്മളത് വിടുന്ന ഒരു വിഷയമാണ്. പക്ഷെ അതിന്റെ ഇമ്പോർട്ടൻസ് അത് കാരണം നമുക്ക് ഡെയിലി ലൈഫിൽ ചിലപ്പോൾ നമ്മുടെ വീടിന്റെ പരിസരങ്ങളിലൊക്കെ പാമ്പുകളൊക്കെ ഉണ്ടാവാം. അപ്പൊ നമ്മൾ അതിനെ എങ്ങനെ അവെയർ ആയിരിക്കണം, അല്ലെങ്കിൽ അത് ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ വന്നാൽ നമ്മൾ എങ്ങനെ അതിനെ തരണം ചെയ്യണം എന്നുള്ള എല്ലാ കാര്യങ്ങളും സാർ ഇവിടെ നമുക്ക് ഈ ക്ലാസ്സിലൂടെ പറഞ്ഞു. നമ്മൾ ഇന്നലെ നമുക്ക് ഡ്രഗ്സിനെ പറ്റി അല്ലെങ്കിൽ ഇപ്പം വൈൽഡ് ലൈഫിനെ പറ്റി അതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നതായിട്ട് സ്നേക്സിനെ പറ്റി അതിന്റെ കുറച്ച് ബയോളജിയും സാറിന് നമുക്ക് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പറഞ്ഞു തരാൻ സാറിനെ കൊണ്ട് പറ്റിയിട്ടുണ്ട്. അത് മാത്രമല്ല നമ്മുടെ കേരളത്തിൽ പൊതുവെ കാണപ്പെടുന്ന കുറച്ച് സ്നേക്സും അതിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള കുറച്ച് എത്ര പേർക്ക് അത് കംപ്ലീറ്റ്ലി നമുക്ക് എല്ലാ ഇൻഫർമേഷനും കൂടെ നമുക്ക് അങ്ങ് പ്രോസസ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. പക്ഷെ എന്താണെങ്കിലും കുറച്ചൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള കാര്യങ്ങൾ അതിൽ നിന്ന് എടുക്കാൻ പറ്റും. അതായത് നമ്മൾ ഇപ്പോൾ ഒരു സ്നേക്ക് ബൈറ്റ് നമുക്ക് പ്രിയപ്പെട്ടവർക്കോ അല്ലെങ്കിൽ നമുക്ക് സ്വയം എങ്ങാനും വന്നാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട നമ്മളിങ്ങനെ മന്ത്രവാദം ഇത് അതിന് പറയാൻ പോകല്ല, നമ്മളൊരു ആശുപത്രിയിലാണ് ആദ്യം പോകേണ്ടത്. അത് മാത്രമല്ല നമ്മുടെ ഈ സൊസൈറ്റിയിലുള്ള പല സ്റ്റീരിയോ ടൈപ്സ്, അന്ധവിശ്വാസങ്ങൾ, അതിന്റെ പുറകെ നമ്മൾ അത് വിശ്വസിച്ച് പോകാതെ നമ്മൾ സാറ് പറഞ്ഞ പോലുള്ള കുറെ പല സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിന്റെ ട്രൂത്ത്സ് അതാണ് നമ്മൾ അറിയാൻ ശ്രമിക്കേണ്ടത്. എന്നാൽ മാത്രമേ നമ്മുടെ ലൈഫിൽ നമുക്കൊരു ബെറ്റർമെന്റും നമ്മുടെ കൂടെ ഉള്ളവരുടെ ലൈഫിൽ ഒരു ബെറ്റർമെന്റും നമുക്ക് അങ്ങനെ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇന്നത്തെ സാറിന്റെ ക്ലാസ്സിൽ നിന്ന് എല്ലാവർക്കും നല്ലൊരു അറിവ്, കുറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പുതിയ അറിവുകൾ പലർക്കും, ഇപ്പോൾ എല്ലാവരും ബയോളജി ഒന്നും പഠിച്ചിട്ടിരിക്കുന്നവരല്ല. അപ്പോൾ അത് ആ ഒരു വിഷയം എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള ഒരു ഇതും കൂടെ നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഒത്തിരി ദീർഘിപ്പിക്കുന്നില്ല. സാറിനോട് അത് മാത്രമല്ല, നമ്മുടെ സർപ്പ ഇങ്ങനെ ഒരു ആപ്പ് ഉണ്ടെന്ന് മിക്കവാറും ഇവിടെയുള്ള ആർക്കും അറിയത്തില്ലായിരിക്കും. അപ്പൊ ഇന്ന് ഈ ഒരു ദിവസം കൊണ്ട് നമുക്ക് ഈ സർപ്പ എന്ന് പറഞ്ഞൊരു ആപ്പ് കാരണം നമുക്ക് എന്തുമാത്രം അത് നമ്മുടെ ഗവൺമെന്റ് നമുക്ക് വേണ്ടി ചെയ്തു തരുന്ന ഒരു സേവനമായിരുന്നു. അപ്പൊ നമ്മൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. അത് മാത്രമല്ല സാറിനോട് ഒന്നുകൂടെ ഞങ്ങളുടെ NSSന്റെയും ഞങ്ങളുടെ NSS വോളണ്ടിയേഴ്സിന്റെയും ഇതിൽ ഒരു ബിഗ് താങ്ക് യു.